നമസ്കാരം. സോംജീസ് മിററി മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്നും ചെറിയ മൈനസായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ശരിക്കും അപ്രതീക്ഷിതമായി താഴോട്ട് പോവുകയുണ്ടായി. കഴിഞ്ഞ ഈ തിങ്കളാഴ്ച നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമായിട്ടാണ് മാർക്കറ്റിലെ ഇടിവുണ്ടായിട്ടുള്ളത്. മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശരിക്കും മാർക്കറ്റിന് ഏതാണ് വഴിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് പ്രവർത്തനങ്ങൾ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മാർക്കറ്റിന് ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ശക്തമായ ചില ട്രിഗറുകൾ ആവശ്യമാണ്. അല്ലാതെ പെട്ടെന്നൊന്നും മാർക്കറ്റിന് മുന്നോട്ട് നീങ്ങാനാവില്ല. ആ രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മാർക്കറ്റിൽ വന്നിട്ടുള്ള റിസൾട്ടുകളുടെയൊക്കെ ഫലമായിട്ട് മാർക്കറ്റിന് പ്രചോദനം നൽകുന്ന റിസൾട്ടുകളല്ല ഉണ്ടായിട്ടുള്ളത്. എല്ലാവരുടെയും റിസൾട്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിൽ താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ റിസൾട്ടുകൾക്കും. അല്ലെങ്കിൽ മാർജിൻ ഇത്ര കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാർജിൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ ലാഭക്ഷമത കുറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മാർക്കറ്റിൽ അതുപോലെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കമ്പനികളുടെ വാല്യൂ ഉയരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റിന് മുന്നോട്ട് കടന്നു പോവുക അല്പം വിഷമകരമായ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. മാർക്കറ്റിൽ ഇതൊക്കെ ആണെങ്കിലും വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഒഴുക്കിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല ജനുവരിയിലും എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം. മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് SIP ആയി വന്നുകൊണ്ടിരുന്ന 26,400 കോടി രൂപയാണ് ഈ ജനുവരി മാസത്തിൽ വന്നത്. ഏകദേശം ഡിസംബർ വന്നതിനോട് അടുത്ത് തന്നെ 26,459 രൂപയൊക്കെയാണ് 59,000 കോടി രൂപയാണ് ഇതിലേക്ക് വന്നിരുന്നത് ഡിസംബറിൽ. അത് 26,400 കോടിയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രം. ചെറിയൊരു കുറവ്, അത് പരിഗണിക്കാവുന്നതിലും താഴെയുള്ള കുറവുകളായിട്ട് കണ്ടാൽ മതി. മറ്റുള്ള ഫണ്ടുകളിലേക്കൊക്കെ വന്നത് വേർതിരിച്ച് പറയുകയാണെങ്കിൽ പല ഫണ്ടുകളിലേക്കും കൂടുതൽ വന്നിട്ടുണ്ട്. അതിനകത്ത് NFOയിൽ വന്ന കളക്ഷനാണ് കഴിഞ്ഞ മാസം കുറയാനുണ്ടായ കാരണം. NFO വഴി വന്നത് 4,550 NFO ആയിട്ട് ടോട്ടൽ വന്നിട്ടുള്ളത് 4,544 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ ജനുവരിയിൽ വന്നത്. അതേസമയം ഡിസംബറിൽ വന്നിരുന്നത് 13,852 കോടിയാണെന്ന് ഓർക്കണം. അതിൽ നിന്ന് NFOയിലേക്കുള്ള വരവാണ് കുറഞ്ഞത്. അതായത് ന്യൂ ഫണ്ട് ഓഫർ, പുതിയ ഫണ്ടുകളിലേക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ കളക്ട് ചെയ്ത എമൗണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ജനുവരിയിൽ സംഭവിച്ച ഒരു കാര്യം. മാർക്കറ്റിന്റെ പ്രവർത്തനം അനുസരിച്ച് തന്നെയാണത്. മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളുടെ NFO വരുമ്പോൾ ആളുകൾ പരിഭ്രമിക്കും. എന്നാ വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇപ്പോൾ വാങ്ങണോ, NFO ഇപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അതിപ്പോൾ വാങ്ങണോ? അതേസമയം NAVയിൽ നല്ല വ്യത്യാസം വന്നിട്ടുള്ള പല ഫണ്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിയ പോരെ എന്നുള്ള രീതിയിൽ ആളുകൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് NFOയിലേക്ക് ഫണ്ടുകൾ കുറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മറ്റു ഫണ്ടുകളിലേക്കൊക്കെ വന്നെങ്ങനെയാന്നുള്ളത്. നെറ്റ് ഇക്വിറ്റി ഇൻഫ്ലോ എത്രയാണെന്ന് വെച്ചാൽ 39,669.6 കോടി രൂപയാണ് ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാത്രം ഈ ജനുവരിയിൽ വന്നിട്ടുള്ളത്. അതിൽ സ്മാൾ ക്യാപ് ഫണ്ടുകളിലേക്ക് വന്നതാണ് 5,721 കോടി രൂപ വന്നു. അത് 4,668 കോടിയായിരുന്നു ജനുവരിയിൽ. അതാണ് 5,721 കോടി രൂപയായി മാറുകയാണ് ഉണ്ടായത് സ്മാൾ ക്യാപ് ഫണ്ടുകളിലേക്ക് വന്നത്. മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് 5,148 കോടി രൂപ വന്നു. അത് കഴിഞ്ഞ മാസം ഡിസംബറിൽ 5,093 കോടിയായിരുന്നു. അത് 5,148 കോടിയായി ഉയരുകയാണ് ഉണ്ടായത്. അതേസമയം ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 3,063.3 കോടി രൂപ വന്നു ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക്. അത് കഴിഞ്ഞ മാസം എത്രയാണെന്ന് വെച്ചാൽ 2,011 കോടിയായിരുന്നു. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക്. ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം
അത് വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ. അതായത് ഡിസംബറിൽ 188 കോടി രൂപ മാത്രം സമാഹരിച്ചിരുന്നു 799 കോടി രൂപ സമാഹരിച്ചു ജനുവരിയിൽ. ELSS, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ്സ് സ്കീം. മറ്റ് ഹൈബ്രിഡ് ഫണ്ടുകളിലേക്കും ഇതുപോലെ തന്നെയാണ്. ഹൈബ്രിഡ് ഫണ്ടുകളിൽ 8767.5 കോടി രൂപ വന്നു. അതേസമയം അതിന് ഡിസംബറിൽ വന്നത് 4370 കോടി രൂപ മാത്രമായിരുന്നു. അത് ഇരട്ടിയായി ഏകദേശം ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് കാണാനുള്ളത്. ന്യൂ ഫണ്ട് ഓഫർ വന്നതിലാണ് ഏറ്റവും വലിയ കുറവ് വന്നത്. അതായത് 4544 കോടി രൂപ മാത്രമാണ് വന്നത്. 13852 കോടി രൂപ ഡിസംബറിൽ വന്ന സ്ഥാനത്താണെന്ന് ഓർക്കണം. ടോട്ടൽ അസറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്ന 67.25 ലക്ഷം കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ മാസം ജനുവരിയിൽ ഉണ്ടായ പുതിയതായിട്ട് വന്ന ഫോളിയോകൾ എന്ന് പറഞ്ഞാൽ 30.7 ലക്ഷം ഫോളിയോകൾ, അതായത് DP അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും പുതിയതായിട്ട് ജനുവരിയിൽ. ഇനി ഇതിനകത്ത് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുള്ളത്, ലിക്വിഡ് ഫണ്ടുകളിലെ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 91,593 കോടി രൂപ ലിക്വിഡ് ഫണ്ടുകളിൽ നിന്ന് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അത് ഡിസംബറിൽ 66,532 കോടിയായിരുന്നു. ETF ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കുന്നത് 1172 കോടിയുള്ളൂ. അത് 4558 കോടിയായിരുന്നു ഡിസംബറിൽ. അപ്പൊ ETF കുറയുകയാണ് ചെയ്തത് ഫണ്ട് ഔട്ട്ഫ്ലോ, പുറത്തേക്ക് പോകുന്നത്, അതായത് ക്ലോസ് ചെയ്തെടുത്തത്. ഗോൾഡ് ETF ഇൻഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഗോൾഡ് ETF ഇൻഫ്ലോ ഉണ്ടായത് 640 കോടിയായിരുന്നു ഡിസംബറിലെങ്കിൽ അത് 3751.4 കോടി രൂപയായി മാറി ഗോൾഡ് ETF ഈ ജനുവരിയിൽ വന്നത് എന്ന് ഓർക്കണം. ഗോൾഡിന്റെ വിലയൊക്കെ ഉയർന്നു പോകുമ്പോൾ ആളുകൾ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നുണ്ട്. അതാണ് ETF ഇത്രമാത്രം എമൗണ്ട് കൂടി പോകാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ അവസ്ഥ. മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ജനുവരിയിൽ ഉണ്ടായ ഫണ്ട് ഫ്ലോയുടെ അവസ്ഥയാണ് അതൊക്കെ. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് മാർക്കറ്റ് ഇങ്ങനെയെല്ലാം ഇടിഞ്ഞു നിൽക്കുമ്പോഴും ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിൽ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥ ശക്തി ആളുകൾ തിരിച്ചറിയുന്നു എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് മറ്റുള്ള അസറ്റുകളിലേക്ക് തിരിയേണ്ടതിന് പകരം അവർ ETF അല്ലെങ്കിൽ ETF ആയാലും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് തിരിഞ്ഞു എന്ന് ചുരുക്കം. മറ്റ് ഡെപ്പോസിറ്റുകൾ വേറെ എവിടെയെങ്കിലേക്ക് മാറ്റുന്നതിന് പകരം അതുപോലെ തന്നെ ഇടിയുന്ന മാർക്കറ്റിൽ അവർ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. കാരണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റും. ആ മ്യൂച്വൽ ഫണ്ടുകളുടെ NAV ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അത് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നു. ആ യൂണിറ്റുകൾ അടുത്ത കയറ്റത്തിനിടയിൽ വളരെയേറെ ഗുണം ചെയ്യും. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ലാഭം പല മടങ്ങാവാൻ ഇതെല്ലാം സഹായിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ SIP ചെയ്യുന്നവരായാലും ലംസം വാങ്ങിയിട്ടുള്ളവരായാലും ഇപ്പോൾ ഈ സമയത്തും വാങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച് ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണത്. ഞാനും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങളുടെ നിക്ഷേപം മാറ്റുക. ലോങ് ടേമിലേക്കുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുന്നത് തന്നെയാണ് ലാഭകരം. വേറെ ഏത് നിക്ഷേപവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഇതിന് നിക്ഷേപം കൂടുതൽ റിട്ടേൺ തരുന്നുണ്ട്. എന്നും അങ്ങനെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇടിവുകൾ കിട്ടുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് തുടങ്ങുന്നതിന് ഏറ്റവും പറ്റിയ സമയമാണ്. കാരണം നിസാര വിലയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസവും നെഗറ്റീവ് റിട്ടേണുകളാണ് 90%, 95% മ്യൂച്വൽ ഫണ്ടുകൾ നൽകിയിട്ടുള്ളത്. ഈ 3 മാസത്തിനിടയിൽ തന്നെ 10%, 15% ഒക്കെ NAV കുറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് വാങ്ങാം. അതിനകത്ത് കൂടുതൽ യൂണിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം 1000 രൂപ മുടക്കി നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ ഈ മാസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ SIP ഉള്ള ആളുകൾക്ക് അത് ലാഭകരമായി മാറുകയാണ്. ഈ 3 മാസവും മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് SIP-യിലേക്ക് വന്ന എമൗണ്ടിന് തന്നെ കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നു. NAV കുറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിക്ഷേപിച്ച് ഉടനെ തന്നെ എടുക്കാനുള്ളവരല്ലെങ്കിൽ ലോങ് ടേമിലേക്ക്
നിക്ഷേപിക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ലോങ് ടൈമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അസറ്റ് പുതിയതായി കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പുതിയ എമൗണ്ടുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. നിങ്ങളുടെ റിട്ടയർമെന്റ് സമയത്തേക്കോ നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾ പെടാത്ത കാശ് അല്ലെങ്കിൽ കണക്കിൽ കൂട്ടിയിരിക്കുന്നതിനേക്കാൾ കൂടിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളെ സമീപിക്കുക, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുക. അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. അത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ തുടങ്ങാം. ആ ചെറിയ എമൗണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾ 10 വർഷത്തേക്ക് തുടങ്ങുന്ന ആളാണെങ്കിൽ ആ 10 വർഷം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടിയ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കും. ഇത് മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാത്തിനെയും സംബന്ധിച്ചുള്ള ഇതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് സ്മാൾ ക്യാപ്പിലേക്ക് ഒക്കെ ഒരേ രീതിയിൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാൾ ക്യാപ്പിലേക്ക് ചെറിയതായിട്ട് കൂടിയിട്ടുള്ളൂ, പക്ഷെ ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്ക് വന്ന എമൗണ്ട് വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ് ഓഹരികളാണ് ഈ ഇടിവിന് ശേഷം ആദ്യം പെർഫോം ചെയ്യുക എന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിസ്ക് വളരെ കുറഞ്ഞത് ഇതിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ലാർജ് ക്യാപ്പുകളിൽ ബാക്കിയുള്ള ഷെയറുകളിൽ വരുന്ന ഇടിവിനേക്കാൾ കുറഞ്ഞ ഇടിവായിരിക്കും ലാർജ് ക്യാപ്പിൽ വരിക എന്നുള്ളതും ഉണ്ട്. അപ്പോൾ സ്മാൾ ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അത്തരം ഒരു റിസ്ക് ഉണ്ട് എന്ന് കരുതി തന്നെ എടുക്കുക. അത് ലോങ് ടൈമിലേക്ക് മാത്രമേ പാടുള്ളൂ. ലോങ് ടൈമിൽ അല്ലാതെ സ്മാൾ ക്യാപ്പ് ഒന്നും പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ ഈ മാർക്കറ്റ് ഇടിയുന്ന സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുക്കുകയും കൂടി വേണം. എങ്കിൽ മാത്രമേ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പോലും നിങ്ങളുടെ ഇതിന് നല്ല റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസമായിട്ടുണ്ടാവും. മൈനസ് റിട്ടേണുകളാണ് എല്ലാ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വാല്യൂ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ NAV ഇപ്പോൾ കുറവായിരിക്കും. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ NAV കുറഞ്ഞിരിക്കുകയായിരിക്കും. ആ കുറഞ്ഞ NAV-യിൽ നിങ്ങൾ കൂടുതൽ നിക്ഷേപിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത കയറ്റത്തിൽ അല്ലെങ്കിൽ അടുത്ത ബുൾ മാർക്കറ്റിലേക്ക് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നിങ്ങളുടെ അസറ്റ് വളരെയേറെ കൂടുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ തീർച്ചയായിട്ടും അതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുക. ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നതിൽ നിന്ന് നാളെ ആവശ്യമുള്ള ക്യാഷ് എടുത്ത് നിക്ഷേപിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് നീക്കി വെക്കാവുന്ന ക്യാഷ് മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാവൂ. അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാനുള്ള മാനസികാവസ്ഥയായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേണുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിങ്ങളുടെ നിക്ഷേപം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നിക്ഷേപം തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നിങ്ങൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായങ്ങൾ എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായി കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം, നന്ദി. വീണ്ടും കാണാം.